ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ നല്ലൊരു നവരാത്രി ആശംസകളാണ് ഞാൻ എല്ലാവർക്കും നേരുന്നത്. ഇന്ന് നവരാത്രി കാലഘട്ടമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും നിറയെ പരിപാടികളും നവരാത്രി ഉത്സവം തന്നെയാണ് നടക്കുന്നത്. ചോറ്റാനിക്കര അമ്പലത്തിൽ എല്ലാവരും പോയി തൊഴണം. അതുപോലെ തന്നെ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും അതെ നവരാത്രി ഉത്സവമാണ്. അതുപോലെ പൂജ വയ്ക്കാനായിട്ട് എല്ലാവരും പുസ്തകങ്ങളൊക്കെ വയ്ക്കണം. അതുപോലെ പൂജയെടുപ്പിൻ്റെ അന്ന്, വിജയദശമിയുടെ അന്ന് എല്ലാവരും അമ്പലത്തിൽ പോയി കുട്ടികളെയും കൊണ്ട് പോയി തൊഴുകയും ചെയ്യണം. എത്ര സമയമില്ലെങ്കിൽ പോലും നമ്മളതൊക്കെ ചെയ്യണം. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ആ ദിവസം പോയിട്ട് ഹരിശ്രീ ഗണപതായ നമ എന്ന ആ ഒരിത് നമ്മൾ മണ്ണിൽ എഴുതും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നവരാത്രി കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയുക, ചിലവരൊക്കെ ഒരിക്കലെടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. ഒരിക്കലെടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ മനസ്സിനും നമ്മളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനും എല്ലാം വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോഴത്തെ മഴയെപ്പറ്റി പറയുകയാണെങ്കിൽ വല്ലാത്തൊരു കാലാവസ്ഥയാണ് അല്ലേ. മഴ കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും വയ്യ. എങ്കിലും നമ്മൾ അമ്പലങ്ങളിലെല്ലാം പോകണം. കാരണം മഴയൊക്കെ വരും പോകും. പക്ഷേ ഇനി നവരാത്രി കാലത്ത് നമ്മുടെ ചോറ്റാനിക്കരമ്മയുടെ നടയിലെല്ലാം പോയി ഒന്ന് തൊഴുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. വളരെ വളരെ സന്തോഷം. പിന്നെ വക്കത്ത് വർക്ക് വരുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ സിനിമയാണ്. നമ്മളെ അതിലേക്ക് വിളിക്കുന്ന കോർഡിനേറ്റേഴ്സ് വിളിച്ചിട്ടില്ല. എന്നാലും 1 വർഷത്തോളം വർക്കുണ്ടാവുമെന്നാണ് കേട്ടത്. സന്തോഷ് ട്രോഫി എന്നാണ് സിനിമയുടെ പേര്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ എന്നെ കാണുന്ന എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഓക്കെ ഗൈസ്, ബൈ.